ഹലോ ഫ്രണ്ട്സ്, സോണൽ സജിത്ത് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹോട്ട് ഗ്ലൂ ഗണ്ണാണ്. നമ്മളെ നോർമൽ ഹോട്ട് ഗ്ലൂ ഗണ്ണിൻ്റെ അതേ എഫിഷ്യൻസി തന്നെ ഈ ഒരു ഹോട്ട് ഗ്ലൂ ഗണ്ണും തരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിലൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ അധികം പറഞ്ഞ് ലാഗ് ആക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്കിത് ചെയ്യാനായിട്ട് ആദ്യം തന്നെ വേണ്ടത് ഇതേപോലത്തെ ഒരു വർക്ക് ചെയ്യാത്ത ബാറ്ററിയാണ്. ഇനി നമുക്ക് ഈ ഒരു ബാറ്ററിൻ്റെ ഈ ഒരു പ്രിൻറ്റ് സർഫസിൽ ഉണ്ടാകുന്ന പ്രിൻറ്റ് നമുക്ക് റിമൂവ് ചെയ്യണം. അതിനായിട്ട് ഇതേപോലത്തെ ബ്ലേഡായിട്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു പ്രിൻറ്റ് റിമൂവ് ചെയ്ത് കളയാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ പ്രിൻറ്റും കാര്യങ്ങളും റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കേസ് റിമൂവ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു കേസ് റിമൂവ് ചെയ്യാനായിട്ട് ഇതേപോലെ സ്ക്രൂ ഡ്രൈവറായിട്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ എഡ്ജും കാര്യങ്ങളും ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് കളയണം. അതിനുശേഷം ഈ ഒരു കേസ് നമുക്കൊരു ഷീറ്റാക്കി എടുക്കാനുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഷീറ്റിൽ ഒരു ട്രയാങ്കിൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. അതേപോലെ തന്നെ അതിന് ജോയിൻറ്റ് ചെയ്തിട്ട് ഒരു സ്ട്രിപ്പും. ഇനി നമുക്ക് ഈ ഒരു മാർക്ക് ചെയ്ത ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് മാർക്കിങ് കൊടുക്കാം. അതായത് രണ്ട് കർവ് നമുക്ക് മാർക്ക് ചെയ്യാനുണ്ട്. ഒരു വലിയ കർവും പിന്നെ ഒരു ചെറിയ കർവും. പിന്നെ അതിൻ്റെ താഴെ ഒരു ചെറിയ കർവും കൂടിയുണ്ട്. അത് നമുക്ക് ആവശ്യമില്ല, അത് എൻ്റെ കയ്യിൽ നിന്ന് മിസ്റ്റേക്ക് പറ്റിപ്പോയതാണ് വരച്ചത്. ഇനി ആ ഒരു രണ്ട് കർവ് വെച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അത് ഞാൻ ഇപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഷീറ്റിനെ ഒരു കോൺ ഷേപ്പ് ആക്കി എടുക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കോൺ ഷേപ്പ് ആക്കിയെടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരു ഹോട്ട് ഗ്ലൂവിൻ്റെ ഒരു സ്റ്റിക്ക് എടുക്കുക. എന്നിട്ട് ആ ഒരു സ്റ്റിക്കിൻ്റെ ഒരു സൈഡിൽ നമ്മളൊരു ഷേപ്പ് ഒരു കോൺ ഷേപ്പ് ആക്കി കൊടുക്കുക. ഒരു ബ്ലേഡായിട്ട് യൂസ് ചെയ്തിട്ട് കോൺ ഷേപ്പ് ആക്കി കൊടുക്കുക. ഇനി നമുക്ക് ആ ഒരു ഷീറ്റ് കോൺ ഷേപ്പിലേക്ക് ആക്കിയെടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൻ്റെ കോൺ ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ജോയിൻറ്റും കാര്യങ്ങളെല്ലാം ഒന്ന് സോൾഡർ ചെയ്ത് കൊടുക്കണം. അതായത് ഗ്യാപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് സോൾഡർ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഫ്ലക്സ് ആഡ് ചെയ്ത് കൊടുക്കാം ജോയിൻറ്റിൻ്റെ ഭാഗത്ത്. എന്നിട്ട് നമുക്കൊരു സോൾഡറിങ് ആണ് യൂസ് ചെയ്ത് ആ ഒരു ഗ്യാപ്പും കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് സോൾഡർ ചെയ്ത് കൊടുക്കാം. അതായത് ആ ജോയിൻറ്റും കാര്യങ്ങളും നമുക്ക് സോൾഡർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ നല്ല രീതിയിൽ സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബാറ്ററി ആവശ്യമുണ്ട്. എന്നിട്ട് നേരത്തെ പോലെ തന്നെ ആ ഒരു കേസ് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം. എന്നിട്ട് ആ ഒരു ബാറ്ററിൻ്റെ ഷേപ്പ് തന്നെ റൗണ്ട് ഷേപ്പ് തന്നെ നമ്മൾ ആക്കിയെടുക്കണം. എന്നാൽ മാത്രമേ നമ്മൾ ഹോട്ട് ഗ്ലൂവിൻ്റെ സ്റ്റിക്ക് നമുക്ക് അതിലൂടെ പാസ് ചെയ്യാൻ സാധിക്കൂ. ഇനി ആ ഒരു കേസിൻ്റെ ജോയിൻ്റെ ഭാഗത്തിലെ പ്രിൻറ്റും കാര്യങ്ങളും റിമൂവ് ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ സോൾഡർ ചെയ്യാൻ സാധിക്കൂ. എന്നിട്ട് ആ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫ്ലക്സ് അപ്ലൈ ചെയ്യുക. എന്നിട്ട് സോൾഡർ ചെയ്യാൻ തുടങ്ങുക. അപ്പോൾ ഞാൻ ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ സോൾഡർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ രണ്ട് കേസും തമ്മിൽ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കണം. അതായത് ആ ഒരു കോണും അതേപോലെ തന്നെ ആ സിലിണ്ടറും തമ്മിൽ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് രണ്ട് ജോയിൻറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഇതേപോലത്തെ സ്ക്രൂ ഡ്രൈവറിൽ ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ജോയിൻറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് സോൾഡറിങ് യൂസ് ചെയ്തിട്ട് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു സൈഡ് സോൾഡർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ചുറ്റും നമുക്ക് സോൾഡർ ചെയ്ത് കൊടുക്കണം. ഗ്യാപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അതിലോട്ട് ഗ്ലൂ ലീക്കായി പോകും. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൻ്റെ ചുറ്റും ഗ്യാപ്പൊന്നും ഇല്ലാണ്ട് സോൾഡർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ സോൾഡർ ചെയ്യാൻ ശ്രമിക്കുക. ഇനി നമുക്ക് വേണ്ടത് ഒരു പെൻസിലാണ്, സാധാരണ നോർമൽ പെൻസിൽ. ഇനി നമുക്ക് ഇതിൻ്റെ ലെഡ് പുറത്തേക്ക് എടുക്കണം. അതിനായിട്ട് നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ലെഡിൻ്റെ ലെങ്ത് ഏകദേശം 2 സെൻറ്റിമീറ്റർ മതിയാവും. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ലെഡിൻ്റെ സൈഡിലായിട്ട് കട്ടിട്ട് കൊടുക്കണം. അതിന് വെച്ചാൽ നമ്മൾ ഈ ഒരു വയർ നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ രണ്ട് സൈഡിൽ ഇപ്പോൾ കട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഇതേപോലത്തെ ഒരു വയറാണ്. ഇതിൽ നിന്ന് നമുക്ക് രണ്ട് കോപ്പർ വയർ ചൂസ് ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു രണ്ട് വയറും തമ്മിലൊന്ന് പിരിച്ചു കൊടുക്കണം. ഇനി നമുക്ക് ഏകദേശം ഈ ഒരു ലെങ്ത് വെച്ച് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ആ ഒരു പെൻസിൽ ലെഡിൽ ഇതൊന്ന് കെട്ടിക്കൊടുക്കണം. നല്ല ടൈറ്റ് തന്നെ ഒന്ന് കെട്ടിക്കൊടുക്കുക. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു സൈഡ് കെട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് രണ്ട് സൈഡിലും കെട്ടി കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോൾ രണ്ട് സൈഡിലും നല്ല രീതിയിൽ തന്നെ ടൈറ്റായി കെട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലത്തെ സ്ലീവാണ്. ഇനി ഈ ഒരു സ്ലീവിൻ്റെ ചെറിയ പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ലെഡ് ഈ ഒരു സ്ലീവിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചെറിയ രീതിയിൽ ലൂസാണ്. അപ്പോൾ ഇതിൻ്റെ ചെറിയ സ്ലീവും വാങ്ങാനുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു സ്ലീവ് ഇപ്പം വീഡിയോ കാണിക്കുന്ന രീതിയിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ഒരു സ്ലീവിലേക്ക് നമ്മൾ ആ ലെഡ് വെച്ചതിന് ശേഷം നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എക്സസ് ആയിട്ട് വരുന്ന ഭാഗം നമുക്ക് സിസേഴ്സ് ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ആ ഒരു സ്ലീവ് നല്ല രീതിയിൽ ടൈറ്റ് ആക്കിയതിന് ശേഷം ഒരു നേരെ കോപ്പർ വയർ യൂസ് ചെയ്ത് നമുക്ക് നല്ല രീതിയിൽ ഒന്ന് കെട്ടിക്കൊടുക്കാം. അപ്പോൾ ഇത് കെട്ടിക്കൊടുക്കുന്ന ആ ഒരു സ്ലീവ് ലൂസാവാണ്ടിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ലെഡിന് രണ്ട് കണക്ഷനാണ് വരുന്നത്. അപ്പോൾ ഒന്നിൻ്റെ ലെങ്ത് ഞാൻ കുറച്ചിട്ടുണ്ട്, കാരണം അത് നമ്മളെ ബോഡിയിൽ സോൾഡർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയാണ്. മറ്റേ നമ്മൾ വയറായിട്ട് ഡയറക്റ്റ് കണക്ഷനാണ്. ഇനി നമുക്ക് ഈ ഒരു ലെഡ് ഈ ഒരു വീഡിയോ കാണിക്കുന്ന പോലെ വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ ലെങ്ത് കുറഞ്ഞ വയർ നമ്മൾ ഈ ഒരു ബോഡിയിലേക്കായിട്ട് സോൾഡർ ചെയ്ത് കൊടുക്കാം. ബോഡീൻ്റെ ഏത് ഭാഗത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് സോൾഡർ ചെയ്യാം. അതേപോലെ തന്നെ ആ ലെങ്ത് കൂടിയ വയർ ഈ ഒരു കേസിൽ ടച്ച് ഉണ്ടാവാൻ പാടില്ല. ഇനി ആ ഒരു ലെഡ് ഇതേപോലെ വെച്ചതിന് ശേഷം നമുക്ക് ആ ഒരു സ്ട്രിപ്പ് യൂസ് ചെയ്തിട്ട് നല്ല രീതിയിൽ ടൈറ്റ് ആക്കി കൊടുക്കാം. എന്നിട്ട് ആ ഒരു സ്ട്രിപ്പിൻ്റെ ആ ഒരു എഡ്ജിൽ നമുക്ക് സോൾഡർ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊരു USB കേബിൾ ആവശ്യമുണ്ട്. അതിൽ പോസിറ്റീവും നെഗറ്റീവും അവിടെ വെച്ചതിന് ശേഷം ആ ഒരു വൈറ്റും ക്രീമും വയർ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്ക് ഈ ഒരു USB കേബിൾ പോസിറ്റീവ് നെഗറ്റീവ് ഏതായാലും കുഴപ്പമില്ല. ഞാൻ ഇപ്പോൾ പോസിറ്റീവ് ഈ ഒരു ലെഡിൻ്റെ ഒരു വയറിലായിട്ട് കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
അതേപോലെ തന്നെ നെഗറ്റീവ് USB കേബിളിൻ്റെ നെഗറ്റീവ് നമുക്ക് ഈ ഒരു കേസിലായിട്ട് ഏതെങ്കിലും ഭാഗത്ത് നമുക്ക് സോൾഡർ ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ലെഡിൻ്റെ ഒരു വയർ നമ്മൾ ആ ഒരു കേസിന് നേരത്തെ സോൾഡർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അത് മറക്കാൻ പാടില്ല. അപ്പോൾ ആ ഒരു നെഗറ്റീവ് കണക്ഷൻ ആ ഒരു രീതിയിൽ നടന്നോളും. പോസിറ്റീവ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇപ്പോൾ ലെഡിന് കണക്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഞാൻ ഇപ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് കണക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ പോസിറ്റീവിന് ഒരു സ്ലീവും വെച്ച് കൊടുത്തിട്ടുണ്ട്, കാരണം ആ ഒരു കേസായിട്ട് കണക്ഷൻ ഉണ്ടാകാൻ പാടില്ല. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായിട്ട് 10 ml സിറിഞ്ച് ആവശ്യമുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സിറിഞ്ചിൻ്റെ ഈ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്ക് ഈ ഒരു സിറിഞ്ചിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് റഫാക്കി കൊടുക്കണം, സാൻഡ് പേപ്പർ യൂസ് ചെയ്തിട്ട്. അതിനുശേഷം എന്നാൽ മാത്രമേ നമ്മൾ MC നല്ല രീതിയിൽ അവിടെ ഒട്ടി നിൽക്കൂ. ഇനി നമുക്ക് ആ ഒരു USB കേബിളും അതേപോലെ തന്നെ ആ ഒരു കേസും നമുക്ക് ഈ ഒരു സിറിഞ്ചിലേക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫിറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ചെറിയ രീതിയിൽ ടൈറ്റ് ഉണ്ടാകും. അപ്പോൾ പ്രഷർ യൂസ് ചെയ്തിട്ട് ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കും. അതേപോലെ തന്നെ നല്ല ടൈറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ വയറിൻ്റെ തിക്നെസ് കുറക്കാൻ ശ്രമിക്കും ആ ഒരു USB കേബിളിൻ്റെ. അപ്പോൾ നമ്മൾ ഹോട്ട് ഗ്ലൂ ഗണ്ണിൻ്റെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ജോയിൻറ്റിൻ്റെ ഭാഗത്ത് MC ഫിറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു MC പറ്റി അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം. ഇതിൽ 2 കോമ്പൗണ്ട് ഉണ്ടാവും. ഒന്നെന്ന് വെച്ചാൽ ഹാർഡനറും അതേപോലെ രണ്ടാമത്തെ ബേസുമാണ്. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാൻ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ജോയിൻറ്റിൻ്റെ ഭാഗത്ത് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലൊരു ടിപ്പ് പറഞ്ഞുതരാം. അപ്പോൾ കുറേ പേർക്ക് അറിയുന്നുണ്ടാവും, ചിലവർക്ക് അറിയുന്നുണ്ടാവില്ല, അവർക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കട്ടെ. അപ്പോൾ ടിപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു MC ഒട്ടിക്കുന്ന സമയം നമ്മുടെ കയ്യിൽ നല്ല രീതിയിൽ ഒട്ടാൻ ചാൻസ് ഉണ്ട്. അതായത് നമുക്ക് നല്ല രീതിയിൽ ഷേപ്പാക്കി എടുക്കാൻ സാധിക്കില്ല. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ കയ്യിലേക്ക് കുറച്ച് വെള്ളമാക്കി കൊടുക്കുക. അപ്പോൾ ഇത് വെള്ളം തന്നെയാണ്, സാനിറ്റൈസറും കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ നമ്മൾ കയ്യിൽ വെള്ളം ഉണ്ടെങ്കിൽ നേരത്തെ പോലെ ഒട്ടിപ്പിടിക്കില്ല, നമുക്ക് നല്ല രീതിയിൽ സ്മൂത്ത് ചെയ്തെടുക്കാൻ സാധിക്കും, അതേപോലെ ഷേപ്പ് ചെയ്തെടുക്കാനും സാധിക്കും. അപ്പോൾ ഞാൻ ഈ ഒരു MC നല്ല രീതിയിൽ ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് സെറ്റാകാൻ വെക്കാം. അപ്പോൾ നമ്മൾ MC നല്ല രീതിയിൽ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഒരു സിറിഞ്ചിൻ്റെ ഭാഗം കാണാണ്ടിരിക്കാൻ വേണ്ടി ഒരു ഇതേപോലത്തെ ഇൻസുലേഷൻ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഹോട്ട് ഗ്ലൂ ഗൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കാണാനും അത്യാവശ്യം മോശമൊന്നുമില്ല. ഇനി നമുക്ക് ഇതിലേക്കായിട്ട് ഒരു സ്റ്റിക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഏകദേശം ഈ ഒരു ലെങ്ത്തിൽ നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു വിരൽ യൂസ് ചെയ്തിട്ട് നമുക്ക് പ്രസ് ചെയ്യാൻ സാധിക്കൂ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പവർ സപ്ലൈ കൊടുക്കുക. അതിനായിട്ട് ഒരു ചാർജർ ആവശ്യമുണ്ട്. അപ്പോൾ ചാർജർ നിങ്ങൾ എടുക്കുമ്പോൾ 2 ആമ്പിയറും 2 ആമ്പിയറിൻ്റെ മേലേക്കുള്ള ചാർജർ എടുക്കാൻ ശ്രമിക്കുക. ഇനി നമുക്ക് ആ ഒരു ചാർജർ പ്ലഗ് കണക്ട് ചെയ്തിട്ട് ആ സ്വിച്ച് ഒന്ന് ഓണാക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഓണാക്കിയിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് ചെറിയ രീതിയിൽ പുക വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അത് മറ്റൊന്നുമല്ല, അത് അതിലത്തെ സ്ലീവ് ചൂടായിട്ട് ഉണ്ടാകുന്ന പുകയാണ്. അത് കുറച്ച് കഴിഞ്ഞാൽ അത് കുറഞ്ഞോളും, അല്ലാണ്ട് വേറെ പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 40 സെക്കൻഡ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ആ സ്റ്റിക്കൊന്ന് ചെറിയ രീതിയിൽ പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നല്ല രീതിയിൽ തന്നെ ഗ്ലൂ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്ലൂ നല്ല അടിപൊളിയായിട്ട് തന്നെ പുറത്തേക്ക് വരുന്നുണ്ട്. യാതൊരു തരത്തിലുള്ള ലാഗും കാര്യങ്ങളൊന്നുമില്ല, നല്ല ഫ്ലോ തന്നെയുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഹോട്ട് ഗ്ലൂ ഗൺ എന്ന് വെച്ചാൽ 100% വർക്കിംഗ് ആണ്. അപ്പോൾ ആ ഒരു കോൺ ഷേപ്പിലെ ഭാഗം നല്ല രീതിയിൽ തന്നെ ചൂടാവുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു ഭാഗം ഒരിക്കലും ടച്ച് ചെയ്യാൻ പാടില്ല, കൈ പൊള്ളാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിരുന്നു ലൈക്ക് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിൽ നിന്ന് ഷെയർ ചെയ്യുക. ഇനി ഇതേപോലത്തെ വീഡിയോസ് ലഭിക്കാനായിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തതാണ്. കൂടുതൽ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താലേ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കും. അപ്പോൾ നമുക്കൊന്ന് അടുത്ത വീഡിയോ കാണാം.